ബി അശോക് എന്ന IAS എവിടെയൊക്കെ ഓഫീസറായിട്ട് ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടുള്ള കാര്യക്ഷമതയുള്ള ഒരു IAS അങ്ങനെ വളരെ കുറച്ച് IAS കാര്യക്ഷമതയോടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാര്യക്ഷമതയുള്ള ഒരു IAS എന്താ ഇപ്പൊ പറ്റിയിരിക്കുന്നത്? അദ്ദേഹം ഇപ്പോ IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD, അതായത് നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ബാങ്കിന്റെ ഒരു വായ്പ കേരളത്തിന്റെ കൃഷിയുടെ സമഗ്ര വികസനം, അതായത് ഈ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ കാരണം കേരളത്തിന്റെ കൃഷി വലിയ തരത്തിൽ അടിതെറ്റി നിൽക്കുകയാണ് ഇപ്പോൾ. ആ സമയത്താണെന്ന് ഓർക്കണം ഈ സംഭരണ വില കർഷകർക്ക് കിട്ടാത്തത്. അപ്പൊ അങ്ങനെ അടിതെറ്റിയ കൃഷിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേൾഡ് ബാങ്കിന്റെ ഒരു വായ്പ, ആ വായ്പയുടെ തുക എത്രയാണ്? $200 ബില്യൺ വായ്പയാണ് 2024 ആ ബാങ്ക് വായ്പ കിട്ടുന്നത്. അതായത് $200 മില്യൺ എന്ന് പറയുമ്പോൾ അതിന്റെ അന്നത്തെ വില അനുസരിച്ചാണെങ്കിൽ 1763 കോടി 56 ലക്ഷമായിരുന്നു അന്നത്തെ മൂല്യം അനുസരിച്ച്. ഇന്നത്തെ മൂല്യം അനുസരിച്ചാണെങ്കിൽ ഡോളർ വാല്യൂ മൂല്യത്തിൽ ഇപ്പോ മാറ്റം വന്നിട്ടുണ്ട്. അതനുസരിച്ചാണെങ്കിൽ 1600 കോടിക്ക് ചുറ്റുവട്ടത്തിലേ വരുള്ളൂ. ഏതായാലും 1763 കോടിയുടെ വായ്പ കിട്ടി. ആ വായ്പ മുഴുവനും കിട്ടിയില്ല കേട്ടോ. ആദ്യ ഗഡു 139 കോടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. കിട്ടുന്നു കഴിഞ്ഞ 2024 അവസാനം 139 കോടി. അത് കിട്ടിക്കഴിഞ്ഞാൽ വേൾഡ് ബാങ്കിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, 15 ദിവസത്തിനകം ആ വകുപ്പില് ആ ഫണ്ട് എത്തിയിരിക്കണം. പക്ഷെ ഇവിടെ എമൗണ്ട് എത്തി, അത് ധനവകുപ്പിൽ നിന്ന് എവിടെ പോയോ ആരും കണ്ടില്ല. ഏതായാലും കാർഷിക മേഖലയ്ക്ക് അത് കിട്ടിയില്ല സമയത്ത് കിട്ടാതിരുന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷിക മേഖലയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ബി അശോക്, അദ്ദേഹം എവിടെ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അത്ര മിടുക്കനായ ഒരു IAS ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ എൻക്വയറി നടത്തി ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു. അന്വേഷണത്തിന്റെ ഫലം രണ്ടായാലും മാധ്യമങ്ങളിലൊക്കെ വന്നു. അങ്ങനെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഇത് അദ്ദേഹമാണ് പുറത്തുവിട്ടത് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്ഥാനചലനം നൽകുന്നു. അദ്ദേഹത്തിന് കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി KTDFCയുടെ ചെയർമാനായി നിയമിച്ചു. പക്ഷെ ആ നിയമനം അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. മിടുക്കൻ. അദ്ദേഹത്തിന് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. ഇത്തരം ഉദ്യോഗസ്ഥരാണ് എല്ലായിടത്തും തലപ്പത്തിരിക്കുന്നത് എങ്കിൽ കേരളം ഇതിനേക്കാളൊക്കെ എത്രയോ അഭികാമ്യമായ വളർച്ച നേടിയനെ. എങ്കിൽ ഇവിടെ നിന്ന് ഈ ബ്രെയിൻ ഡ്രെയിൻ ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ ഈ 1763 കോടിയിലധികം വരുന്ന വായ്പ, അതിന്റെ ആദ്യ ഗഡു വന്നതേ വകമാറ്റി. ഇനി ബാക്കി ഗഡുക്കൾ എവിടെ പോകും? ഇത് കാർഷിക മേഖലയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇത് കർഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട കർഷകരെ, ഈ എമൗണ്ട് അന്യാധീനപ്പെട്ടു പോകാൻ, അതായത് എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ, CAG റിപ്പോർട്ട് എടുത്ത് വായിക്കുക. നിങ്ങൾക്കാണ് വകമാറ്റൽ. ഈ പിണറായി ഗവൺമെന്റിന്റെ മുഖമുദ്രയാണ് ഏത് വകുപ്പിനും കിട്ടുന്ന ഫണ്ട് ആ വകുപ്പിൽ നിന്ന് വകമാറ്റി എവിടെ പോകുന്നു അതാർക്കും അറിഞ്ഞുകൂടാ. ഓഡിറ്റിംഗ് നടക്കുന്നില്ല, ഇന്റേണൽ ഓഡിറ്റിംഗ്. ഇതൊക്കെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്തുതിപാഠകരല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെയും സ്തുതിപാഠകരല്ല. അപ്പൊ അവര് നീതിയുടെ കൂടെ നിൽക്കും. അവിടെയും ചിലപ്പോൾ സ്തുതിപാഠകരൊക്കെ വന്നേക്കും, പക്ഷെ എല്ലായ്പ്പോഴും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം, ഈ 1763 കോടിയുടെ ആദ്യ ഗഡുവാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇനി വരുന്ന ഗഡുക്കൾ എന്തു ചെയ്യുന്നു എന്ന് കർഷക സംഘടനകൾ കർശനമായിട്ട് അന്വേഷിക്കുകയും അത് കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി, അതിനുവേണ്ടിയുള്ള വായ്പയാണ്, ചെലവഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റ് മതി ഞങ്ങൾക്ക് എന്ന് തീരുമാനിക്കാൻ പോലും കർഷകർ തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
2002 അപ്പോയിന്റഡ് ആയ സ്വാമിനാഥൻ കമ്മീഷൻ. ആ കമ്മീഷൻ 2002 കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് വാജ്പേയി ഗവൺമെന്റ് ആണ്. പക്ഷെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2004 അത് മൻമോഹൻ സിംഗ് ഗവൺമെന്റിലാണ്. അതായത് UPA 1 ഗവൺമെന്റിന്റെ മുൻപിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 2006 ആ കമ്മീഷനിൽ റിപ്പോർട്ടില് സ്വാമിനാഥൻ പറഞ്ഞിരുന്നത് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകരുടെ ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയും കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുകയും ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട വിളകൾക്കെങ്കിലും മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തിരിക്കണം. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചേർന്ന് വേണം മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാൻ. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണക്ക് കൂട്ടേണ്ടത്? ഫാമിലിയിൽ നിന്ന് എടുക്കുന്ന, കുടുംബത്തിൽ നിന്ന് എടുക്കുന്ന ഇൻപുട്സ്. എന്താണ് അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് കുടുംബത്തെ എടുത്തു പറയാൻ കാരണം? ഇന്ത്യയിലെ കൃഷി അമേരിക്കൻ കൃഷി പോലെയല്ല. അമേരിക്കൻ കൃഷി കോർപ്പറേറ്റ് കൃഷിയാണ്. അമേരിക്കയിലെ 2% ജനങ്ങളെ കോർപ്പറേറ്റ് കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. നേരെ മറിച്ച് ഇന്ത്യയിലെ അന്ന് ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എന്താണ് പറയുക, ഒരു 65-70% പേര് കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇന്ന് 48% പേര് കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന 48%, അതായത് ഇപ്പോഴത്തെ 146 കോടി 39 ലക്ഷം ജനങ്ങളാണ് ഇന്ത്യയുടെ ഇന്നത്തെ ജനങ്ങൾ. അതിന്റെ 48% കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷിഭൂമി നാമമാത്ര ചെറുകിട കൃഷിഭൂമികളാണ്. വൻകിട കൃഷിഭൂമികൾ നമുക്ക് വളരെ കുറവാണെന്നർത്ഥം. അപ്പോ സ്വാമിനാഥൻ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ നാമമാത്ര ചെറുകിട കർഷകരെ സഹായിക്കാനായിട്ട്, വൻകിട ഉണ്ടെങ്കിൽ അവരെയും സഹായിക്കാനായിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ഏറ്റവും പ്രധാനപ്പെട്ട 24 വിളകൾക്ക് കൊടുക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിളകൾക്ക് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി തന്നെ കൂടി ആ 24 വിളകളെ തീരുമാനിക്കുന്നു. അതിനകത്ത് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 വിളകളെ ഉള്ളൂ, കൊപ്രയും അരിയും. അപ്പൊ ഈ കൊപ്രയ്ക്കും അരിക്കുമാണ് നമുക്ക് കേരളത്തിന് ഗവൺമെന്റിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുന്നത്. അങ്ങനെ കൊപ്രയ്ക്കും അരിക്കും കിട്ടുന്ന മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ അവസ്ഥ പോലും കേരളത്തിൽ ഇപ്പോൾ എന്താണ് എന്ന് നമുക്കറിയാം. സമയത്ത് കൊപ്ര സംഭരിക്കാറില്ല. കൊപ്ര കർഷകർക്ക് അതിന്റെ ധനം കിട്ടാറില്ല. അതിനേക്കാൾ കഷ്ടമല്ല, ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടി പ്രയോജനമുണ്ട് നെൽ കർഷകർക്ക്. അവർക്ക് പാഡി റെസീറ്റ് ഷീറ്റ് ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാല് അവരുടെ നെല്ല് സംഭരിക്കുമ്പോൾ അവർക്കൊരു കടപ്പത്രം കൊടുക്കുന്നു. അതായത് പാഡി റെസീറ്റ് ഷീറ്റ് എന്നുള്ള ഒരു റെസീറ്റ് കൊടുക്കുന്നു. ഈ റെസീറ്റ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ബാങ്കിൽ നിന്ന് അവർക്ക് അതിനകത്ത് എത്ര രൂപയാണ് വായ്പ വേണ്ടത് അത്രയും രൂപ, അർഹതയുള്ളതനുസരിച്ചുള്ള രൂപ വായ്പ കിട്ടും. വായ്പ കിട്ടിക്കഴിഞ്ഞ ഏതെങ്കിലും സമയത്താണ് ഗവൺമെന്റ് ആ ബാങ്കുകാർക്ക് ഈ പണം നൽകുന്നത്. ഈ പണവും അതായത് ആ കർഷകൻ അർഹതയുള്ള പണം ബാങ്ക് ഗവൺമെന്റ് കൊടുക്കുന്നു. അത് ഏതെങ്കിലും സമയത്ത്. എന്തുകൊണ്ട് ഏതെങ്കിലും സമയത്ത് എന്ന് പറഞ്ഞാല് കേരളത്തിലെ നെല്ലിന്റെ സംഭരണത്തിന് ഒരു വലിയ പാകപ്പിഴയുണ്ട്. ഈ അടുത്ത കാലത്താണ് അത് തുടങ്ങിയത്. തുടക്കത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതായത് UPA ഗവൺമെന്റിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തൊന്നും ഈ പാഡി റെസീറ്റ് ഷീറ്റ് ഒന്നും അല്ല കർഷകർക്ക് കൊടുത്തിരുന്നത്. അവർക്ക് നേരിട്ട് നെല്ലിന്റെ സംഭരണ വില തന്നെയാണ് കൊടുത്തിരുന്നത്. ഇപ്പോഴാണ് ഈ പാഡി റെസീറ്റ് ഷീറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. കർഷകരുടെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ് ഈ പാഡി റെസീറ്റ് ഷീറ്റ് അവർക്ക് കൊടുക്കുന്നത്. അത് കർഷകനായാൽ കൃഷി ഏതെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്താൽ മാത്രമേ മനസ്സിലാകുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ പാഡി റെസീറ്റ് ഷീറ്റ്, എന്തുകൊണ്ടാണ് പാഡി റെസീറ്റ് ഷീറ്റ് കൊടുക്കേണ്ടി വരുന്നത്? ഒരു കടപ്പത്രം കൊടുക്കുന്നത് പോലെ. കാരണം കേരളം സംഭരിക്കുന്ന നെല്ലിന് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്ന വിലയ്ക്ക് ആ സംഭരണ വില കേന്ദ്രം തരും. അതായത് സംഭരണ വില മാത്രമല്ല, സംഭരണത്തിന് വരുന്ന മറ്റ് ചെലവുകള്, അത് അരിയാക്കുമ്പോൾ വരുന്ന ചെലവുകൾ, ഇതെല്ലാം കഴിഞ്ഞ് അത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും, ആ ചെലവുകളിൽ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്ന തുക, മിനിമം സപ്പോർട്ട് പ്രൈസ് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനിച്ചിരിക്കുന്ന വില കേന്ദ്ര ഗവൺമെന്റ് ഒട്ടുമിക്ക വർഷങ്ങളിലും അത് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അത് കേന്ദ്രം തരും. പക്ഷെ എപ്പോഴാണ് തരുന്നത് ഓഡിറ്റഡ് റിപ്പോർട്ട്. കേരളം നെല്ല് വാങ്ങി അത് അരിയാക്കി സംഭരിച്ച് FCIയെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് വരെയുമുള്ള എല്ലാ ചെലവുകളും നിർവഹിച്ചതിന് ശേഷം അതിന്റെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തണം.
ആ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ട് അവരുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തുമ്പോഴാണ് ഈ പണം നമുക്ക് കിട്ടുന്നത്, സംസ്ഥാനത്തിന് കിട്ടുന്നത്. അത് ഒരിക്കലും സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് പിന്നെ പണം കൊടുക്കാറില്ല. ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ CAGയുടെ മുമ്പിലോ എത്താറില്ല. അതുകൊണ്ടാണ് കർഷകർ ഇതുപോലെ കഷ്ടത്തിന്റെ വലയിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അപ്പോഴാണ് അങ്ങനെ ഉള്ള ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഗവൺമെന്റ് അല്ല ഈ രണ്ട് മന്ത്രിമാരും തമ്മിൽ ഇങ്ങനെ ഒരു വാഗ്വാദം, ഒരു ചർച്ച നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പൊ നമ്മൾ കർഷകരെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോഴും ഈ പ്രാവശ്യത്തെ നെല്ലിന്റെ വില നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴും കർഷകരുടെ താങ്ങുവില കൊടുത്തിട്ടില്ല, നെല്ലിന്റെ സംഭരണ വില കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം ഈ അടുത്ത ദിവസവും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലോ എങ്ങാണ്ട് ഞാനത് കണ്ടു, കൊടുത്തിട്ടില്ല എന്ന്. അപ്പൊ ഇപ്പോഴും പാരി റെസീറ്റ് ഷീറ്റും നോക്കി നമ്മുടെ കർഷകർ ഇരിക്കുകയാണ്. ഞാന് കൃഷിയെ പറ്റി പഠിക്കാൻ പാലക്കാട് പോയപ്പോൾ അവിടെ തന്നെ 100-200 കർഷകരെ വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടു. അപ്പൊ അവരെന്നോട് പറഞ്ഞതുണ്ട്, ഒരു കൃഷി ഇറക്കി കഴിഞ്ഞാല് കൃഷി ഇറക്കുന്നതിന് മുമ്പ് പണ്ടം എന്ന് അവര് സ്വർണത്തിന് പറയുന്നത്, സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച പണം കൊണ്ടാണ് കൃഷി ഇറക്കുന്നത്. ആ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ് നെല്ല് വിൽക്കുമ്പോൾ പണ്ടമൊക്കെ തിരിച്ചെടുക്കും. വീണ്ടും കൃഷി ഇറക്കാൻ നേരത്ത് അന്ന് ഈ പാരി റെസീറ്റ് ഷീറ്റ് ഒന്നും ഇല്ല. അന്ന് ഗവൺമെന്റ് നേരിട്ട് പണം കൊടുത്താണ് നെല്ല് സംഭരിച്ചിരുന്നത്. അങ്ങനെ അവര് വളരെ സന്തോഷമായിട്ടാണ് കർഷകർ അന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ അവർക്ക് നെല്ല് സംഭരിക്കുന്നതിന്റെ പണം പാരി റെസീറ്റ് ഷീറ്റ് ആയിട്ടാണ് കിട്ടുന്നത്, പണമായിട്ടല്ല കിട്ടുന്നത്. അപ്പൊ അവരുടെ ഈ സ്വർണ്ണ പണ്ടം പണയം വെക്കലോ തിരിച്ചെടുക്കലോ നടക്കില്ല. അത് പണമായിട്ട് കിട്ടിയാലല്ലേ അവർക്ക് പോയി പണയം വെച്ച സ്വർണം എടുക്കാനൊക്കെയുള്ളൂ. പിന്നെയും കൃഷി ഇറക്കാൻ നേരത്തെ ആ സ്വർണം പണയം വെക്കാനൊക്കെയുള്ളൂ. ഇത് പാലക്കാട്ടെ അവസ്ഥയായിരുന്നു. ഇപ്പോഴത്തെ പാലക്കാട്ടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. അവരിത് കേൾക്കുമ്പോൾ അത് ഓർക്കും.